നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തെ പരസ്യമായി വിമർശിച്ചിരിക്കുകയാണ് ഇസ്ലാമാബാദിലെ പുരോഹിതനായ മൗലാന അബ്ദുൽ അസീസ് ഖാസി. ഇന്ത്യയുമായുള്ള യുദ്ധത്തെ താൻ പിന്തുണയ്ക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിന്റെ നേതാവും പുരോഹിതനുമാണ് മൗലാന അബ്ദുൽ അസീസ് ഖാസി. ബലൂചിസ്ഥാൻ, ഖൈബർ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാക് സൈന്യത്തിന്റെ നടപടിക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്ന് അദ്ദേഹം തന്റെ അനുയായികളോട് ചോദിച്ചപ്പോൾ ആരും കൈ ഉയർത്തിയില്ല. ഇതിനർത്ഥം ഈ വിഷയം സംബന്ധിച്ച് തന്റെ അനുയായികൾക്കിടയിൽ മതിയായ ധാരണയുണ്ടെന്നതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. പറയൂ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പോരാടിയാൽ നിങ്ങളിൽ എത്ര പേർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യും എന്നായിരുന്നു അബ്ദുൽ അസീസ് ഖാസിയുടെ ചോദ്യം. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തുൻഖയിലും പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയ നടപടികളെ മൗലാന അബ്ദുൽ അസീസ് ഖാസി വിമർശിച്ചിരുന്നു. ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? പാകിസ്ഥാനിലും ഖൈബർ പഖ്തുൻഖയിലും ഉടനീളം അവർ എന്താണ് ചെയ്തത്? ഇവയെല്ലാം ക്രൂരതകളാണ്. ഭരണകൂടം സ്വന്തം പൗരന്മാരെ ബോംബെറിഞ്ഞു, അദ്ദേഹം പറഞ്ഞു. ബലൂചിസ്ഥാനിലെ നിർബന്ധിത തിരോധാനങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണിത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖയിൽ നിന്നുള്ള ഒരു ഇസ്ലാമിക പ്രാസംഗികനും പാക് സൈന്യത്തെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പഷ്തൂൺ സമൂഹം ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം വീഡിയോയിൽ അവകാശപ്പെടുന്നു. പഷ്തൂണുകൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ലെന്നാണ് പ്രാസംഗികൻ പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾ പഷ്തൂണുകൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിൽക്കും. അവർ പഷ്തൂണുകൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പാകിസ്ഥാൻ സിന്ദാബാദ് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല, അദ്ദേഹം വ്യക്തമാക്കി. ഈ വീഡിയോ ഒരു പൊതുസമ്മേളനത്തിൽ റെക്കോർഡ് ചെയ്തതാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വീഡിയോ ചിത്രീകരിച്ച സമയവും സ്ഥലവും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കടന്നേക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നത്. പഷ്തൂൺ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഖൈബർ പഖ്തുൻഖ, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിലെ സൈന്യത്തിനെതിരെ ദീർഘകാലമായി പരാതി ഉന്നയിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം തങ്ങൾക്കെതിരെ അവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് ഇവർ പലപ്പോഴും ആരോപിച്ചിട്ടുണ്ട്. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പായ പഷ്തൂൺ തഹാഫുസ് മൂവ്മെന്റ്, സൈനിക നടപടികൾ, നിയമവിരുദ്ധമായ അറസ്റ്റുകൾ, ആളുകളെ കാണാതാകൽ എന്നിവയെ പരസ്യമായി ഇവർ എതിർത്തിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധസമാനമായ രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തികളെല്ലാം സേന സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്.